കൂട്ടുകാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് സ്വർഗത്തിലേക്കുള്ള വഴി അല്ലാഹു എളുപ്പമാക്കുകയാണ്. ക്യാൻസർ കാരണം കഷ്ടപ്പെടുകയാണെങ്കിൽ, ഷുഗർ കാരണം കഷ്ടപ്പെടുകയാണെങ്കിൽ, പ്രഷർ കാരണം കഷ്ടപ്പെടുകയാണെങ്കിൽ, ഭക്ഷണം പോലും കഴിക്കാൻ കഴിയാതെ, ദുനിയാവിന്റെ സുഖമാണല്ലോ മാധുര്യമെന്ന് പറയുന്നത്, മധുരമെന്ന് പറയുന്നത്, ആ മധുരം പോലും നുകരാൻ കഴിയാതെ ഷുഗറിന്റെ വലിയൊരു പരീക്ഷണം അനുഭവിക്കുന്ന ആളുകൾ അല്ലാഹുവിന് വേണ്ടി ക്ഷമിക്കാൻ തയ്യാറായാൽ അല്ലാഹു നിങ്ങളെ കൊണ്ടുപോകുന്നത് സ്വർഗത്തേക്കാണ്. ഇവിടെ ആരോഗ്യത്തോടെ ജീവിച്ച ആളുകൾ നാളെ മഹ്ശറയിലെത്തുമ്പോൾ പോകുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ ആരോഗ്യത്തോടെ ജീവിച്ച ആളുകൾ, നമുക്കൊരു കുറവില്ല, നല്ല കൈയും കാലും, നല്ല ജിംനാസ്റ്റിക് ബോഡി, നല്ലൊരു ജെന്റിൽമാൻ അല്ലെങ്കിൽ നല്ലൊരു ലേഡി, നമ്മളങ്ങനെ ജീവിച്ചു, ഒരു അസുഖവും നമ്മൾക്ക് ഉണ്ടായിട്ടില്ല. അങ്ങനെ നമ്മൾ മരിച്ചുപോയാൽ നാളെ അല്ലാഹുവിന്റെ മഹ്ശറയിലെത്തുമ്പോൾ അവരെ അല്ലാഹു രോഗികളായ ആളുകൾക്ക് നാളെ സ്വർഗത്തിൽ നൽകുന്ന സ്ഥാനം കാണുമ്പോ, ക്യാൻസർ ആയിരുന്നു, ഇവിടെ ക്യാൻസർ ആയിരുന്നു, 10 വർഷം ക്യാൻസറായി മരിച്ചുപോയി, അവർക്ക് അല്ലാഹു നാളെ മഹ്ശറയിൽ നൽകുന്ന സമ്മാനങ്ങൾ കാണുമ്പോ, അവരെ മഹ്ശറയിൽ ബഹുമാനിക്കുന്നത് കാണുമ്പോ, അവരെ മഹ്ശറയിൽ അല്ലാഹു ആദരിക്കുന്നത് കാണുമ്പോ, ക്യാൻസർ ഇല്ലാതെ ആഫിയത്തോടെ ജീവിച്ച ആളുകൾ, ആരോഗ്യത്തോടെ ജീവിച്ച ആളുകൾ കൊതിക്കുമത്രേ, ലൗ അന്ന ജുലൂദഹും ലൗ അന്ന ജുലൂദഹും അല്ലാഹുവേ, എന്തിനാണ് നീ എനിക്ക് ദുനിയാവിൽ ആരോഗ്യം തന്നത്? എന്തിനാണ് റബ്ബേ നീ എനിക്ക് ആഫിയത്ത് തന്നത്? നിനക്ക് ദുനിയാവിൽ വെച്ചിട്ട് തീനാനുള്ള കത്രികകൾ കൊണ്ട് എന്റെ ശരീരം കഷ്ണിച്ചു മുറിച്ച് കഷ്ണമാക്കാമായിരുന്നില്ല റബ്ബേ, എനിക്ക് എന്തിനാണ് ആഫിയത്ത് തന്നത്? ഇത്രമാത്രം ഓഫറുകള്, ഇത്രമാത്രം സമ്മാനങ്ങള്, ഇത്രമാത്രം സ്ഥാനമാനങ്ങള് നീ സ്വർഗീയ ലോകത്ത്, പാരത്രിക ലോകത്ത് രോഗികൾക്ക് നൽകുന്നുണ്ടെങ്കിൽ എന്റെ റബ്ബേ എനിക്ക് നീ നാളെ, എനിക്ക് നീ ദുനിയാവിൽ രോഗം തരാത്തത്? ആഫിയത്തോടെ ആരോഗ്യത്തോടെ ജീവിച്ചു പോയ ആളുകൾ കൊതിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. പക്ഷെ ഇങ്ങനെ കൊതിക്കല്ലേ, രോഗം വരാൻ വേണ്ടി കൊതിക്കല്ല. അല്ലാഹു നമ്മൾക്കൊക്കെ ആഫിയത്ത് തരട്ടെ. ഇതെല്ലാം വലിയൊരു പരീക്ഷണമാണ്. ഇങ്ങനൊരു രോഗം വന്നാൽ ക്ഷമിച്ചു നിൽക്കണം. ക്ഷമിച്ചില്ലെങ്കിൽ ഇവിടെ രോഗാണ്, അവിടെ ഇത് കിട്ടൂല. ക്യാൻസറുകാരൻ, ഷുഗറുകാരൻ, ഇങ്ങനെ ഓരോ അസുഖങ്ങൾ ലഭിച്ച ആളുകൾ അല്ലാഹു നൽകിയതല്ലേ, എനിക്ക് കുഴപ്പമില്ല, അങ്ങനെ ക്ഷമിക്കാൻ തയ്യാറായാലേ ഈ ഓഫർ ഉള്ളൂ. അല്ലാതെ ആളുകളോടൊക്കെ എന്താ അല്ലാഹു എന്നെ നോക്കുന്നില്ല എന്നാ തോന്നുന്നത്, ഒരുപാട് കഷ്ടമല്ലോ, ഞാൻ എത്ര കാലായി രോഗിയായി കിടക്കുന്നു, ഇങ്ങനൊക്കെ പറയാൻ തുടങ്ങിയാൽ നോ ചാൻസ്. മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെ സലാം പറയാൻ അല്ലാഹു ജിബ്രീൽ അലൈഹിസ്സലാമിനെ നബി തങ്ങളുടെ സമീപത്തേക്ക് പറഞ്ഞേക്കുകയാണ്. യാ അബൂബക്കർ, അബൂബക്കറേ, യാ അബൂബക്കർ, അബൂബക്കറേ, ജിബ്രീലു യുഖ്രിഉക സലാം, നിനക്ക് സലാം, ജിബ്രീൽ അലൈഹിസ്സലാം സലാം പറയുന്നുണ്ട്. വഅലൈക്കും സലാം. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, അല്ലാഹു ചോദിക്കുകയാണ്, സിദ്ദീഖേ നിന്റെ അസുഖം ഭേദപ്പെട്ടോ, നിന്റെ അസുഖം ശിഫയായോ എന്ന് അല്ലാഹു ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നിനക്ക് എന്ത് അസുഖമായിരുന്നു സിദ്ദീഖ് ഉണ്ടായിരുന്നത് എന്ന് അല്ലാഹു ചോദിക്കാണ് സിദ്ദീഖ് തങ്ങളോട്. നബിയേ, 8 വർഷത്തോളമായി എന്റെ അണപ്പല്ല് അസഹനീയമായ വേദനയായിരുന്നു നബിയേ, എന്റെ അണപ്പല്ലിൽ വല്ലാത്ത വേദനയുണ്ടായിരുന്നു നബിയേ, അസഹനീയമായ സഹിക്കാൻ പറ്റാത്ത വേദന എന്റെ അണപ്പല്ലിൽ ഉണ്ടായിരുന്നു നബിയേ എന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ ഹബീബ് ചോദിച്ചോ, അല്ല സിദ്ദീഖേ എന്നോടത് പറയാമായിരുന്നില്ലേ? എന്നോട് പറഞ്ഞൂടായിരുന്നോ പല്ലുവേദന? എന്റെ നിഴലായി തണലായി എന്റെ കൂടെ നടക്കുന്ന നിനക്ക് എന്നോടൊരു കാര്യം സൂചിപ്പിക്കാമായിരുന്നില്ലേ? അപ്പോഴാണ് സിദ്ദീഖ് തങ്ങൾ പറഞ്ഞത്, കൈഫ അസ്തകീ അനിൽ ഹബീബി ഇലൽ ഹബീബ്, നബിയേ എന്റെ സ്നേഹിതനായ അല്ലാഹു എനിക്ക് തരുന്ന രോഗത്തെ ഞാൻ എങ്ങനെയാണ് മറ്റൊരു സ്നേഹിതനോട് പറഞ്ഞു കൊടുക്കുക? എനിക്ക് പടച്ചോൻ തന്ന രോഗം അല്ലാഹുവിന്റെ സ്നേഹിതനാണ്, ആ സ്നേഹിതൻ തന്ന ഒരു രോഗം മറ്റൊരു സ്നേഹിതനോട് ഞാൻ എങ്ങനെയാണ് നബിയെ പറഞ്ഞു കൊടുക്കുക? ഇതാണ് രോഗം വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്. നാട്ടുകാരോടൊക്കെ പറഞ്ഞു നടക്കണ്ട, ഫോൺ വിളിച്ചിട്ട് ഗൾഫിലേക്കും നാട്ടിലേക്കും കണ്ട ആളുകളോടൊക്കെ എങ്ങനെയാണ്, സുഖാണോ? എന്ത് സുഖം,
എന്ത് സുഖം, നടക്കാൻ കഴിയുന്നില്ല, നടുവേദന, നിസ്കരിക്കാൻ കഴിയുന്നില്ല, തിന്നാൻ കഴിയുന്നില്ല, ഉറക്കില്ല, പറയണ്ട. അത് പടച്ചവനോട് പറയും. എന്തിന് നാട്ടുകാരോട് പറയുന്നത്? അവർ ശിവ തരുമോ? അവർ സുഖം തരുമോ? ഏതെങ്കിലും നാട്ടുകാർ ഇന്ന് വരെ സുഖം തന്നിട്ടുണ്ടോ? അവർക്ക് സന്തോഷം, മാഷാ എനിക്ക് അതന്നെ വേണം, നീ ചെറുപ്പത്തിൽ എന്തൊക്കെ കളിച്ച് എനിക്ക് അത് വേണം, ഇത് മാത്രം പോരാ, ഇതിനപ്പുറം വേണം പ്രാർത്ഥിച്ചിട്ട് അവർ പോവാ. അതുകൊണ്ട് നാട്ടുകാരോട് പറയാൻ നിൽക്കണ്ട, അള്ളാഹുവിനോട് പറയും. അള്ളാഹുവിനോട് പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നാളത്തെ സ്വർഗം നമ്മൾക്കുള്ളതാണ്. അള്ളാഹു നൽകുമാറാവട്ടെ. പനി പിടിച്ച് പിറുപിറുത്തുകൊണ്ടിരിക്കുന്ന ഒരു സഹാബി വനിതയുടെ സമീപത്തേക്ക് അള്ളാഹുവിന്റെ ഹബീബ് കടന്നു വരുമ്പോൾ പിറുപിറുക്കാൻ, ഹലാക്കിന്റെ പനി അങ്ങനെ പറയാ. നമ്മൾ പറയില്ലേ ഹലാക്കിന്റെ പനി, ഹലാക്കിന്റെ ഔരങ്കഞ്ഞല്ലേ, ഹലാക്കിന്റെ പനിയാണ്, ഹലാക്കിന്റെ പനി, ഒരു ശത്തപ്പനി, എന്ത് പനി പഠിച്ചോനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പിറുപിറുക്കാണ് ഒരു സ്വഹാബി വനിത. അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ ഹബീബ് അവിടേക്ക് കടന്നു വരുന്നത്. നബി ചോദിച്ചു, മാലകി തുസഫീൻ, എന്തിനാണ് ഇങ്ങനെ പിറുപിറുക്കുന്നത് നബിയേ? അൽ ഹുമ്മാ ലാ ബാറകല്ലാഹു ഫീഹാ, ഒരു ചാത്തപ്പനിയാണ് നബിയേ, ഒരു ഹലാക്കിന്റെ പനിയാണ് നബിയേ. നബി തങ്ങൾ പറഞ്ഞു, ലാ തസുബ്ബിൽ ഹുമ്മ, പനിയെ ചീത്ത പറയരുത്, രോഗത്തെ ചീത്ത പറയരുത്, തലവേദനയെ ചീത്ത പറയരുത്, പല്ലുവേദനയെ ചീത്ത പറയരുത്, നടുവേദനയെ ചീത്ത പറയരുത്, അസുഖങ്ങൾ ഉണ്ടായാൽ ചീത്ത പറയരുത്, കുറ്റം പറയരുത്. കാരണം ഫഇന്നൽ ഹുമ്മ, ഒരു പനി നമ്മളിലേക്കുണ്ടായാൽ ഒരു മരത്തിൽ നിന്ന് ഇലകൾ കൊഴിഞ്ഞു വീഴുന്നത് പോലെ നമ്മുടെ ശരീരത്തിലെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഒരു മരത്തിന്റെ ഇലകൾ വീഴുന്നത് പോലെ ഒരു പനി വന്നാൽ പാപങ്ങൾ മുഴുവൻ ഇങ്ങനെ വീണിപ്പോ. ഒരു തലവേദന വരുമ്പോൾ തെറ്റില്ലാതാവും. കുറെ രോഗം ഉണ്ടായാൽ മരിക്കുമ്പോൾ ഒരു അസുഖം, ഒരു തെറ്റുണ്ടാവൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അല്ലാഹുവിനൊരു അടിമയെ ഇഷ്ടപ്പെട്ടാൽ, അല്ലാഹു ഒരാളെ സ്നേഹിച്ചാൽ, അല്ലാഹു ഒരാൾക്ക് സ്വർഗ്ഗത്തിൽ ഉന്നതമായ സ്ഥാനം നൽകാൻ അല്ലാഹു തീരുമാനിച്ചാൽ, വലം യബ്ലുഗ ബിഅമലിഹി, പക്ഷേ അയാൾ നിസ്കാരം കൊണ്ടോ നോമ്പ് കൊണ്ടോ സകാത്ത് കൊണ്ടോ സദഖ കൊണ്ടോ ഖുർആൻ കൊണ്ടോ അയാൾ അല്ലാഹു ഉദ്ദേശിച്ച സ്ഥാനത്തേക്ക് എത്തിപ്പെട്ടില്ല. ഇന്നലിൽ ജന്നതി മിഅത് ദറജ, സ്വർഗത്തിന് 100 തട്ടുണ്ട്, സ്വർഗത്തിന് 100 തട്ടുണ്ട്. 8 കവാടങ്ങളും 100 തട്ടുകളുമാണ് സ്വർഗത്തിനുള്ളത്. ഒരു കവാടത്തിന്റെ ഇടയിൽ 500 വർഷത്തെ വഴി ദൂരമുണ്ട് എന്ന് ശഫീഉനാ റസൂലുള്ളാഹ്. 8 കവാടം, 8 വാതിൽ. ആ വാതിൽ, ഒരു വാതിലിന്റെയും മറ്റേ വാതിലിന്റെ ഇടയിൽ 500 വർഷത്തിന്റെ ദൈർഘ്യമുണ്ട്. ചില ഹദീസ് കാണാം മക്കയുടെയും ബസ്രയുടെ ഇടയിലുള്ള ദൂരമുണ്ട്. ഒത്തിരി വിശാലായിരിക്കും സ്വർഗം എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിച്ച ആകെ ഒരു ഫ്ലാറ്റ് പോലെ അല്ല ഈ സ്വർഗം എന്ന് പറഞ്ഞാൽ. 100 തട്ടുള്ള ബുർജ് ഖലീഫ അല്ല സ്വർഗം എന്ന് പറഞ്ഞാൽ. നമുക്ക് വേഗം 100 തട്ട് എന്ന് പറയുമ്പോൾ ഇത് ബുർജ് ഖലീഫ തന്നെ അങ്ങനെ തോന്നുക. അല്ലല്ല, ബുർജ് ഖലീഫ അല്ല. ബുർജ് ഖലീഫിന്റെ ഒരു ഡോറും 2 ഡോറും തൊട്ടടുത്താണ്. പക്ഷേ ഇത് 500 വർഷമൊക്കെ സഞ്ചരിക്കേണ്ട ദൈർഘ്യം ഈ 2 ഡോറിന്റെ ഇടയിലുണ്ടെന്നാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകാൻ നമ്മൾക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് സ്വർഗ്ഗം നൽകണേ അല്ലാഹ്. അപ്പോ സ്വർഗ്ഗത്തിൽ ഉന്നതമായ തട്ട് നൽകാൻ, ദറജ നൽകാൻ അല്ലാഹു തീരുമാനിച്ചു. പക്ഷേ അയാൾ അതിന് ഒരുങ്ങിയില്ല. അയാൾക്ക് ആ ഓർമ്മയൊന്നുമില്ല. അല്ലാഹു വിചാരിച്ചത് 199ാമത് തട്ടിൽ അയാളെ കൊണ്ടുപോകണമെന്നാണ്. പക്ഷെ അയാൾ അതിനുള്ള ഒരുക്കങ്ങൾ, അയാൾ ഇങ്ങനെ ബടായും പറഞ്ഞ് നടക്ക, നാട്ടില് മടക്കി കുത്തി ഇങ്ങനെ തുമ്മാൻ ഇങ്ങനെ ബിട ഇങ്ങനെ നടക്കന്നെ. പക്ഷെ എവിടെ എത്തണ്ടേ? അല്ലാഹു ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് മൂപ്പർ എത്തണ്ടേ? എങ്ങനെയാണ് എത്തുക? അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അവസാന ഭാഗങ്ങളിൽ അല്ലാഹു അയാളെ മാരകമായ രോഗം നൽകും. സഹിക്കാൻ കഴിയാതെ വേദനാജനകമായ രോഗം നൽകി അല്ലാഹു പരീക്ഷിക്കും. ആ രോഗം വരുമ്പോൾ അവൻ ക്ഷമിക്കും. അങ്ങനെ ക്ഷമിക്കുമ്പോൾ 2, 3, 4 വർഷം രോഗം വന്ന് രോഗിയായി കിടക്കുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു കൊടുത്ത് ഈ രോഗം കാരണം അല്ലാഹു അവന്റെ ദറജ അധികരിപ്പിച്ച് ഒരു തെറ്റുപോലും ഇല്ലാത്ത അവസ്ഥയിലാണ് അല്ലാഹു അയാളെ മരിപ്പിക്കുന്നത് എന്ന് ശഫീഉനാ റസൂലുള്ളാഹ്. അല്ലേ, മഹാന്മാരൊക്കെ പെട്ടെന്ന് മരിച്ചു പോകാറില്ല. കുറച്ച് രോഗിയായിട്ടാണ് മരിച്ചു പോവുക. കുറച്ച് രോഗിയായിട്ട് കിടക്കും, പിന്നെ മരിച്ചു പോവുക. എന്തിനാണ്?
അവർക്കൊന്നും കൂടി സ്ഥാനം, കാറ്റഗറി, Z കാറ്റഗറി കൊടുക്കാനാണത്. ഒരു മാസം രോഗിയാകും, ഒരാഴ്ച രോഗിയാകും, ആരെപ്പോ രോഗിയാതെ മരിച്ചു പോയത് എല്ലാവരും പെട്ടെന്ന് മരിക്കൽ കുറവാണ്. മഹാനായ മാനുസ്താദിനെ പോലെയുള്ള ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ, നമ്മുടെ ആദരണീയരായ ഉസ്താദിനെ പോലെ മഹാനായ ശംസുൽ ഉലമ കൂട്ടുമല ഉസ്താദ്, കോയക്കുട്ടി ഉസ്താദ്, എല്ലാവരും മരിക്കുന്നതിന് മുമ്പ് ആഴ്ചയോ മാസങ്ങളോ രോഗിയായി കിടന്നിട്ടുണ്ട്. അതെന്തിനാ? Z കാറ്റഗറി കൊടുക്കാനാണ്. അല്ലാഹു അവരുടെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ നമ്മൾക്ക് തൗഫീക്ക് നൽകട്ടെ. അപ്പോ രോഗങ്ങളും പരീക്ഷണങ്ങളും നിങ്ങളോട് ചൊടിയുള്ളത് കൊണ്ട് തരികയല്ല, നിങ്ങളോട് വെറുപ്പുള്ളത് കൊണ്ട് തരികയല്ല. അല്ലാഹുവിനെ ഇഷ്ടക്കാരെ അല്ലാഹു പരീക്ഷിക്കുകയാണ്. ഇന്നല്ലാഹ ഇദാ അഹബ്ബ അബ്ദൻ ഇബ്തലാ. അല്ലാഹു ഒരാളെ സ്നേഹിച്ചാൽ അയാൾ അല്ലാഹു പരീക്ഷിച്ചു കൊല്ലുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇഷ്ടമുള്ള ആളെ നന്നായിട്ട് പരീക്ഷിക്കും, നല്ല സ്നേഹമുള്ള ആൾക്ക് നല്ല പരീക്ഷണം. അതുകൊണ്ടാണ് മുസ്ലിമീങ്ങൾ ഏറ്റവും പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത്. നിങ്ങൾ കണ്ടിട്ടില്ലേ? അമേരിക്കയിലോ ചൈനയിലോ ഫിലിപ്പീനിലോ അതുപോലെ മറ്റുള്ള അമുസ്ലിം രാജ്യങ്ങളിൽ ഒരു കൊടുങ്കാറ്റ് വരുമ്പോ, ഒരു ഭൂകമ്പം വരുമ്പോ, ഒരു സുനാമി വരുമ്പോ ആകെ വിരലിൽ എണ്ണാവുന്ന ആളുകളെ മരിച്ചു പോകുന്നുള്ളൂ. പക്ഷേ ഒരു മുസ്ലിം രാഷ്ട്രത്ത് ഭൂകമ്പമോ കൊടുങ്കാറ്റോ സുനാമിയോ കടന്നു വന്നാൽ മരിച്ചു പോകുന്നത് ലക്ഷക്കണക്കിന് ആളുകളാണ്. അല്ലാഹുവിന് ഇഷ്ടമുള്ള ആളുകളെ അല്ലാഹു പരീക്ഷിക്കുകയാണ്. ഇന്നല്ലാഹ ഇദാ അഹബ്ബ അബ്ദൻ ഇബ്തലാ. അല്ലാഹു ഒരാളെ സ്നേഹിച്ചാൽ അല്ലാഹു അയാൾക്ക് നിരന്തരമായ തലവേദന നൽകും, നിരന്തരമായ ഷുഗർ നൽകും, ക്യാൻസർ നൽകും, അങ്ങനെ ഒരുപാട് അസുഖങ്ങൾ നൽകും. പക്ഷെ അല്ലാഹു നമ്മൾക്കൊക്കെ അസുഖമില്ലാതെ സ്വർഗം നൽകട്ടെ. ഒരു പക്ഷെ അങ്ങനെ അസുഖമുണ്ടായി ക്ഷമിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് പ്രശ്നമാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും അസുഖത്തെ ചോദിച്ചു വാങ്ങല്ല. അല്ലാഹു നമ്മൾക്കൊക്കെ ആഫിയത്ത് നൽകട്ടെ. അല്ലാഹു ആഫിയത്ത് നൽകട്ടെ. ആമീൻ. ഇത്ര രോഗികൾ. നമ്മുടെ ഹമീദ് കൊളോട്ട് നല്ല ചെറുപ്പക്കാരനാണ്, നല്ല ദീനിനെ സ്നേഹിക്കുന്ന, സമസ്തയെ സ്നേഹിക്കുന്ന, SKSSF-നും SYS-നും ഓടിച്ചാടി നടന്നിരുന്ന ചെറുപ്പക്കാരൻ. അല്ലാഹുവേ ശിഫ നൽകണേ റബ്ബേ. അല്ലാഹുവേ ആ ചെറുപ്പക്കാരന് ആഫിയത്ത് നൽകണേ അല്ലാ. എത്രയും പെട്ടെന്ന് ആഫിയത്തോടെ ആരോഗ്യത്തോടെ നമ്മളിലേക്ക് മടങ്ങി വരാനും കഴിഞ്ഞതിന് പകരമായി ഒന്നും കൂടി ആരോഗ്യത്തോടെ സേവനം ചെയ്യാനും ആ ചെറുപ്പക്കാരൻ നീ തൗഫീഖ് നൽകണേ അല്ലാ, ശിഫ നൽകണേ അല്ലാ. അല്ലാഹുമ്മ അൻത ശാഫി, അല്ലാഹുമ്മ അൻത ശാഫി, അല്ലാഹുമ്മ അൻത ശാഫി. അല്ലാഹുവേ നീയല്ലാതെ ശിഫ നൽകുന്നവനില്ല റബ്ബേ. മംഗലാപുരത്തുള്ള ഒരു ഡോക്ടർക്കും ശിഫ നൽകാൻ കഴിയില്ല റബ്ബേ. നീ വിചാരിച്ചില്ലെങ്കിൽ ലോകത്തുള്ള ഒരു കുഞ്ഞുമോനും ശിഫ നൽകാൻ കഴിയില്ല റബ്ബേ. നിന്റെ ഖളാ ആണ് റബ്ബേ ഞങ്ങൾക്ക് വേണ്ടത്, നിന്റെ വിധിയാണ് റബ്ബേ ഞങ്ങൾക്ക് വേണ്ടത്. ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു ഫയകൂൻ. അല്ലാഹുവേ ശിഫ നൽകാൻ നീ ഉദ്ദേശിച്ചാൽ, നീ ഇശ്ഫി എന്ന് പറഞ്ഞാൽ അവിടെ ശിഫ ലഭിക്കുമല്ലോ അല്ലാഹ്. അതുകൊണ്ട് ഡോക്ടർമാരിൽ ഞങ്ങൾക്ക് യാതൊരു പ്രതീക്ഷയുമില്ല റബ്ബേ. ഭൂരിഭാഗം ഡോക്ടർമാരും മനുഷ്യന്മാരുടെ ശരീരം വെച്ച് ചൂഷണം ചെയ്യുന്നവരാണെന്ന് പറയാതിരിക്കാൻ വയ്യ. മനുഷ്യന്റെ ജീവിതം വെച്ച് ചൂഷണം ചെയ്യുന്ന ഹോസ്പിറ്റലുകൾ നമ്മുടെ കേരളക്കരയിലും കേരളത്തിന്റെ ചുറ്റുഭാഗത്തുള്ള സംസ്ഥാനങ്ങളിലുമുണ്ട്. മരിച്ചുപോയ ആളുകളെ 2-3 ദിവസം വെന്റിലേറ്ററിൽ വെച്ചിട്ട് ലക്ഷങ്ങൾ വാങ്ങിക്കുന്ന മയ്യത്ത് കൊണ്ട് വിലപേശുന്ന ഡോക്ടർമാരെ, നിങ്ങൾക്കൊരു പക്ഷേ സമ്പത്ത് ലഭിച്ചേക്കാം. നിങ്ങൾ കളിക്കുന്നത് റബ്ബിനോടാണ്, മറക്കണ്ട. നിങ്ങൾ കളിക്കുന്നത് റബ്ബിനോടാണ്. ഇല്ലാത്ത രോഗം പറഞ്ഞ് വലിയ വലിയ വിലപിടിപ്പുള്ള മൂല്യമായ മരുന്നുകൾ നൽകി മനുഷ്യന്മാരുടെ ആരോഗ്യത്തെ വെല്ലുവിളിക്കുന്ന ഡോക്ടർമാരെ, അല്ലാഹുവിനെ പേടിക്കാത്ത ജോലിയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അതിനേക്കാൾ വലിയ അസുഖങ്ങൾ നിങ്ങൾക്ക് നൽകി പരീക്ഷിക്കാൻ അല്ലാഹുവിന് കഴിയാഞ്ഞിട്ടല്ല. മനുഷ്യന്മാരുടെ ശരീരം വെച്ച് ചൂഷണം ചെയ്യുന്ന എത്രയോ ഹോസ്പിറ്റലുകളുണ്ട്. പ്രസവിക്കാൻ പോകുന്ന ഉമ്മമാരെ, സുഖപ്രസവം ലഭിക്കേണ്ട ഉമ്മമാരെ മനഃപൂർവ്വം സിസേറിയനാക്കുന്ന ഡോക്ടർമാരുണ്ട്, ഹോസ്പിറ്റലുകളുണ്ട്. സാമ്പത്തിക ലാഭത്തിന് വേണ്ടി എന്തിനാണ് ഹറാമായ മുതലുകൾ ഒരു മനുഷ്യന്റെ ശരീരം കാരണത്തിനുകൊണ്ടുള്ള സമ്പത്ത് കൊണ്ട് എവിടേക്കാണ് ഈ മുതൽ കൊണ്ടുപോകുന്നത്? ഹറാമായ സമ്പാദ്യം കൊണ്ട് മക്കളെ തീറ്റിച്ചാൽ, കുടുംബത്തെ തീറ്റിച്ചാൽ മുസ്ലിമാണ്